ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പി ആയിട്ട് തയ്യാറാക്കുന്നത്. ടോട്ടലി നമുക്ക് ഈ ഒരു റെസിപ്പീൻ്റെ അകത്ത് നിന്ന് 380 കിലോ കാലറീസും 14 ഗ്രാം പ്രോട്ടീനും 2 ഗ്രാം ഫാറ്റുമാണ് നമുക്ക് കിട്ടുന്നത്. മിക്സ്ഡ് വെജിറ്റബിൾ നൂഡിൽസ് ആണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോൾ വീറ്റ് നൂഡിൽസ് ആണ് സ്പെഷ്യലി നമ്മൾ ചൂസ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ബേസ് എന്ന് പറയുന്നത് ഗാർലിക്കി ഫ്ലേവർ ആയിരിക്കും ഈ കംപ്ലീറ്റ് നൂഡിൽസിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. സോ നമ്മൾ 1 ടീസ്പൂൺ ഓയിലിൽ സവാളയും ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ എല്ലാ വെജീസും ആഡ് ചെയ്ത് വീണ്ടും സോട്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ, സാദാ ഓണിയൻ ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലെറ്റീവ്സ് ലീവ്സും ബാക്കിയുള്ള വെജീസൊക്കെ യൂസ് ചെയ്യാം, പർപ്പിൾ ക്യാബേജ് ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക. നല്ലപോലെ സോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നൂഡിൽസ് ആഡ് ചെയ്യുക. ബോയിൽ ചെയ്ത് വെച്ച് നൂഡിൽസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെന്ത് പോകരുത് കേട്ടോ, ഒരു ക്രഞ്ചിനെസ് വേണം അതിന് വേണ്ടിയിട്ട് ഇത്തിരി നേരം സോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ്ലി നൂഡിൽസ് ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് സോസസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ചില്ലി സോസ്, സോയ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വീതം ആഡ് ചെയ്ത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. പക്ഷേ നമ്മുടെ ഈ ഒരു പ്ലെയിൻ നൂഡിൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ടച്ച് ഗാർലിക്കി ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു നാച്ചുറൽ വെജിറ്റബിൾസും ഗാർലിക്കും കൂടി മിക്സ് ചെയ്തിട്ടൊരു ടേസ്റ്റ് ഉണ്ട്. ആ നാച്ചുറൽ ടേസ്റ്റ് തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല സോസസ് ആയിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഫ്ലേവറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോയ സോസ് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഗാർണിഷ് ചെയ്യുക സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ട്. ആൻഡ് ലാസ്റ്റ്ലി garnish ചെയ്യുക with some tomato ketchup over it. And hope you like this video. Till next video. Bye bye.